എന്നാ കാണിക്കുവോ അച്ചമ്മച്ചി? അച്ചമ്മച്ചി ഇന്ന് പറമ്പിക്കട വിറക് വെറുക്കാൻ കയറിപ്പോയപ്പോഴേ ഒരു പ്ലാവിൽ ഒരു ചെറിയ ചക്ക കിടക്കുന്നു. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ മൂത്തതാണെന്ന് എനിക്ക് തോന്നി. പറിച്ചോ? ഞാനത് പറിച്ച് വെട്ടിപ്പെറുക്കി ഇതേ വെച്ചിരിക്കുന്നു, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ചക്ക എരിശ്ശേരി വെച്ചേക്കാം. ചക്ക എരിശ്ശേരിയോ? ഉച്ചക്കല്ലേ അതൊക്കെ കൂട്ടുന്നത്? ഇപ്പൊ രാത്രി ആയിപ്പോയല്ലോ. രാത്രിയാണല്ലോ പകലാണല്ലോ എപ്പോഴാണേലും കൂട്ടാമല്ലോ. അപ്പൊ വൈകിട്ടുന്നേ കഞ്ഞിയല്ലേ, എന്റെ ചോറായിട്ടായിരിക്കുന്നേ. അതെ അതെ. അപ്പൊ നമുക്ക് എരിശ്ശേരി വെച്ച് കൂട്ടാം. അതിന് എരിശ്ശേരി വെക്കാൻ ചക്ക ഇത് ഇങ്ങനെ അരിയുന്നത്, ഇങ്ങനെ കീന്തി എടുക്കുമല്ലോ, വട്ടത്തിലരിയും. ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക എരിശ്ശേരി വെക്കുന്നതിന് നമ്മൾ ചക്ക വേവിക്കാൻ വെക്കുന്നവരല്ലേ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടിപ്പോയ ഉപ്പ് കൂടിയൊന്നും പോയില്ല. ഇനി നമുക്കിതിന് തീയങ്ങ് കത്തിച്ച് വെക്കാം. നമ്മുടെ എരിശ്ശേരിക്കുള്ള ചക്ക അവിടെ വേവട്ടല്ലേ? ചക്ക വേകട്ടെ. ചക്ക വേകുമ്പോഴത്തേനെ നമുക്കതിനാവശ്യത്തിനുള്ള തേങ്ങായും അതിന് ചേരുന്ന ജീരകവും വെളുത്തുള്ളിയും ഒക്കെ എടുക്കാല്ലേ, ചുമന്നുള്ളിയൊക്കെ കൂടി ഒന്നെടുത്ത് അരച്ചെടുക്കാം. ഇതന്നെ അമ്മ ചക്കക്കുരു പൊളിക്കണോ? അവിടെ ഒരാള് ചക്ക എന്നെ എരിശ്ശേരിയോ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നു, ഇവിടെ ഒരാള് ചക്കക്കുരു പൊളിക്കുന്നു. എന്നാന്നറിയോ, കൊറേ ദിവസങ്ങൾ കൂടിയതാണ് ചക്ക കിട്ടിയത്. അപ്പൊ ഈ ചക്ക കുറച്ചേ ഉള്ളായിരുന്നു ചക്കച്ചോള. അത് ഒരുക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഈ മുറത്തിനകത്ത് ആ ചക്കക്കുരു ഇരിക്കുന്ന കണ്ടപ്പോ ചുമ്മാ ഒരു രസത്തിന് ഞാൻ അങ്ങ് പൊളിച്ചു വെച്ചു. പൊളിച്ചു വെച്ചപ്പോ അരിഞ്ഞു വെക്കുവാണെങ്കിൽ എപ്പോഴെങ്കിലും നാളെ കഴിഞ്ഞോ എല്ലാം തോരൻ വെക്കാലോ എന്ന് വിചാരിച്ച് അരിഞ്ഞു വെക്കുക. നല്ല രസം ഇത് പൊളിക്കാനും അരിയാനും, അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് അങ്ങ് പൊളിച്ചരിഞ്ഞു വെച്ചത്. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു, കുറെ നേരമായി. നമ്മുടെ ചക്കേ എന്നായെന്ന് നമുക്കൊന്ന് നോക്കാം. ചക്ക സെറ്റായല്ലോ. ചക്ക സെറ്റായി. നോക്കട്ടെ, കോരി നോക്കട്ടെ. കാണുമ്പോഴേ കാന്താരിയും പൊട്ടിച്ചങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇത് ചക്ക എരിശ്ശേരിയാ, കാന്താരി പൊട്ടിച്ച് നമ്മള് എടുത്ത് കൈ കൊണ്ട് തിന്നുന്ന പോലല്ല. അല്ല, ഇതങ്ങനെ ചോറിനോട് കറി കൂട്ടുന്നതല്ലേ? ഇനി നമ്മളെ ചക്കക്കകത്ത് തേങ്ങായും ജീരകവും വെളുത്തുള്ളി ചുമന്നുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ചക്ക വേവിക്കാൻ അരയ്ക്കുന്ന പോലെയല്ല, ഇച്ചിരി കൂടെ നന്നായിട്ട് അരയണം. അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ചക്ക എരിശ്ശേരി വെക്കുന്നത്. അപ്പൊ എല്ലാരും ഇതുപോലല്ലേ വെക്കുന്നത്, ഓരോരുത്തരും ഓരോ രീതിയിൽ. ഇനി ഇത് അരപ്പൊന്ന് വേകണം. അരപ്പ് വേകുന്നിടം വരെ ഇങ്ങനെ, അല്ലാതെ ഇളക്കാതിരുന്നാൽ ചോട്ടിലോട്ട് പിടിക്കും. ഞാൻ അരപ്പേ വേകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കാം. സെറ്റായി. ഇനി ഇച്ചിരി പണിയും കൂടെ ഉണ്ട്, ഇച്ചിരി മിനുക്ക് പണിയുണ്ട്. അടുത്ത പണി നോക്കാല്ലേ. ഹിന്ദി ആലേ പഠിക്കുന്നേ? എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഇതാ, എനിക്ക് അറിയത്തുമില്ല, പഠിക്കുകയും വേണ്ട. വായിക്കാൻ അറിയാത്തോണ്ടല്ലേ? അക്ഷരം അറിയത്തില്ല, അതൊന്നാമത്തെ കാര്യം. പറയാനൊക്കെ കുറച്ച് മാലു. അത് ക്യാ ബോൽ രേ? क्या बोल रहे हैं मैं? तो हिंदी बोल रहे हैं. हिंदी में क्या बोल रहे हैं? हिंदी में नंबर्स बोलो. 1 2 3 4 5 6 8 9 10 11 12 13 18 19 20 21 21 20 അത്രയൊക്കെ അറിയത്തുള്ളൂ. അതേ,
എരിശ്ശേരി എന്നാ വെച്ചാലുവേ അച്ചമ്മച്ചി ഇച്ചിരി തേങ്ങ വറുത്തിടും. അപ്പോളേ നമുക്ക് ഇച്ചിരി തേങ്ങ വറുത്തിടാനായിട്ട് ആദ്യം കടുകും കൂടി ഈ കൂടെ തന്നെ മൂപ്പിച്ചിടുക, ഇറക്കുക. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കുത്തരിയും കൂടി ഇട്ട് കൊടുക്കാം. അല്ല, കുത്തരി വറക്കാത്തത്. പലമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പിലേ ഇട്ട് കഴിയുമ്പം പൊട്ടുന്നതാണ്. നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. സെറ്റായി. ഇനി ഇത് ഇച്ചിരി ചുമന്ന്, തേങ്ങ നല്ലപോലെ ചുമന്ന് വരുന്നിടം വരെ വറക്കണം. കളറ് മാറി ചക്കയുടെ കളറായല്ലോ ചമ്മച്ചി. ചക്കയുടെ കളറാ. അതേ തേങ്ങായി നല്ലപോലെ വറുത്തു മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ അതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് സെറ്റായി. അച്ചമ്മച്ചി ചക്ക എരിശ്ശേരി വെക്കുന്നത്. നീ ഇതിനകത്തോട്ട് കോരി വെച്ചിട്ട് ഇങ്ങനെ എണ്ണത് കണ്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചക്ക എരിശ്ശേരി, സൂപ്പർ സാധനം കേട്ടോ. ഈ ഇല്ലാത്ത സമയത്ത് ഇതെല്ലാം കാണിച്ച് ആൾക്കാരെ കൊതിപ്പിച്ച്. അതിപ്പോ എന്റെ കുറ്റമാണോ? ഞാൻ ആ പറമ്പിൽ കൂടെ ചെന്നപ്പോൾ വിറക് പെറുക്കി ചെന്നപ്പോ ചക്ക കിടക്കുന്നു. അത് നമ്മുടെ കുറ്റമല്ലല്ലോ അല്ലേ? അതൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിൽ ഉന്നം വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് അറിയാതെ പോയപ്പോ കിട്ടിയതാണ്. അല്ല, അത് ഞാൻ ഓർത്തത് വിളഞ്ഞില്ലായിരിക്കുന്ന ഓർത്തെ. പക്ഷെ ഇന്ന് വിറക് പെറുക്കി ചെന്നപ്പം ചക്ക താന്നല്ലേ കിടന്ന് നോക്കിയപ്പോ അത് വിണ്ട് കീറാൻ തുടങ്ങി. അപ്പൊ സംഭവം സെറ്റായി, കുഴപ്പമില്ല. എനിക്ക് തോന്നി ഇനി പറിച്ചില്ലെങ്കിൽ ചിലപ്പോ അത് പോകുമായിരിക്കും. ഈ ആദ്യം തന്നെ നമ്മൾ ശലിച്ച് എടുത്തപ്പോ അമ്മ കണ്ടോ 2 തവി വാരി വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയാ? എങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കിയോ ബോബി? കഴിച്ചിട്ട് പറ. ഡിസംബർ മാസം വരെ അയിലയിലൊക്കെ ആയിട്ട് ചക്ക കിട്ടും. അപ്പൊ പിന്നെ പുതിയത് പിന്നെ ആകും. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി. ആ വൻപയറൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് നല്ല സൂപ്പർ ടേസ്റ്റ്. ഈശ്വരാ, വൻപയറല്ലത്, അരി വറുത്തതാ, കടുക് വറുത്തപ്പോ. ഞാൻ ചുമ്മാ പറഞ്ഞാ, നിങ്ങൾക്ക് അറിയാവോന്നറിയണ്ടേ? എങ്ങനെയുണ്ട് ഇപ്പൊ? അടിപൊളി സാധനം. എങ്ങനെയുണ്ട് ബോബി? ഞാൻ കഴിച്ചു നോക്കിയില്ലല്ലോ. പ്രോട്ടീൻ ഉണ്ടോ? അവന് പൊതുവേ ചക്ക ഇഷ്ടമല്ലല്ലോ, അതാ അവന്റെ. ദൈവമേ, ഞാൻ ഇത് ഇന്നും കഴിക്കണമെന്ന് ആലോചിക്കുന്നല്ലേ. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് അതൊക്കെ വേണം. അവന് ചക്ക വേണ്ടെന്നും പറഞ്ഞോണ്ട് നമുക്ക് തിന്നല്ലേ. അപ്പൊ കുഞ്ഞി വന്നിരുന്ന് കഴിച്ചാൽ ഇപ്പൊ സാധനം കിട്ടും. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല സാധനം തിന്നുന്നവർക്കല്ലേ അതിന്റെ രുചി അറിയും. അതെ അതെ. ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.